ഓട്ടോമാറ്റിക് തോട്ട്സ്, ഉറുമ്പുകൾ. നമ്മുടെ ശരീരത്തിലൂടെ എപ്പോഴും ഇങ്ങനെ ഉറുമ്പ് അരിഞ്ഞ് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതിങ്ങനെ കുത്തി ആകെ വേദനിപ്പിക്കൂലേ? ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുമ്പോഴും നമ്മളെ തലയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പിടിക്കുന്നത് പോലെ, നമ്മുടെ ശ്വാസകോശം ഓരോ സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശ്വാസം പുറത്തും ഉള്ളോട്ടും എടുക്കുന്നത് പോലെ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ അരങ്ങേറിക്കൊണ്ടിരിക്കാം. നമ്മുടെ മനസ്സിൽ സ്വയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചിന്തകളെ വിളിക്കുന്ന പേരാണ് ഓട്ടോമാറ്റിക് തോട്ട്സ് എന്നുള്ളത്. നമ്മൾ ആലോചിക്കാതെ തന്നെ അവ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ ജോലിയിൽ നിങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റി, അപ്പോഴേക്ക് തലയിൽ ഓട്ടോമാറ്റിക് തോട്ട് വന്നു, എന്ത്, ഞാനൊരു കഴിവില്ലാത്ത ആളാണ് എന്ന്. നിങ്ങളതിനു മുമ്പ് ഒരുപാട് കഴിവ് തെളിയിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരൊറ്റ തോട്ട് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾ അവിടെ ആരൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തലയിൽ ഓട്ടോമാറ്റിക് തോട്ട് വന്നു, അവരൊക്കെ എന്നെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവയെ മനഃശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പേര് ആൻഡ് എന്നാണ്. ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, ഉറുമ്പ്. പലപ്പോഴും ഇത്തരം ചിന്തകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അതിരുവിട്ട ചിന്തകളാണ്, യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്, വൈകാരികപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. CBT നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ചിന്തകളെ നമ്മൾ ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം സത്യമല്ല. ഇന്നത്തെ നമ്മുടെ പ്രാക്ടിക്കലാവിറ്റി എന്താണ്? നിങ്ങളെ ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോപം, ആശങ്ക, ദുഃഖം എന്നിവയൊക്കെ തോന്നുമ്പം നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണ്? അതവിടെ എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് ചിന്തകളെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കി വെക്കും.